ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഫാസിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുമ്പിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ കാണുന്നത് പിണറായി വിജയനെ. അത് ആരാണ് യഥാർത്ഥ ഫാസിസ്റ്റ് എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. മണി പോലെ ഞാൻ പറഞ്ഞുതരാം. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ആപൽക്കരമായ ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് ഫാസിസം. ശരിയാ ഉണ്ണി, ചില അലവലാദികളെ ഒതുക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. വംശമഹിമാ സിദ്ധാന്തത്തിലൂന്നിയ അപരവിദ്വേഷത്തിലൂന്നിയ മനുഷ്യൻ എന്ന പദത്തിന് കേവലമായ പരിഗണന പോലും നൽകാത്ത ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയാണ് ഫാസിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അത് ലോകത്തിൻ്റെ ചരിത്രമെടുത്ത് നമ്മൾ കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ ലോകത്തെവിടെയെല്ലാം ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ വന്നിട്ടുണ്ടോ അവരുടെയെല്ലാം ഫ്യൂവൽ, ഇന്ധനം എന്ന് പറയുന്നത് തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളായിരുന്നു എന്ന് കാണാൻ കഴിയും. ഭയങ്കരൻ ബുദ്ധി തന്നെ. എങ്ങനെയായിരുന്നു ഹിറ്റ്ലർ 1,10,00,000 മനുഷ്യരെ കൊന്നു തള്ളിയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? വംശമഹിമാ സിദ്ധാന്തത്തിലാണ്. അത് ജനാധിപത്യത്തിനെതിരാണ്, ആധുനികതയ്ക്കെതിരാണ്, എല്ലാ പുരോഗമന മൂല്യങ്ങൾക്കുമെതിരാണ്, മാനവികതയ്ക്കെതിരാണ്. അസാധ്യം അസാധ്യം. നിനക്ക് മനസ്സിലായി, നീ മിടുക്കനാ. അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും ഫാസിസ്റ്റ് പ്രവണതകളെയും പരാജയപ്പെടുത്തുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ അതിജീവനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനൊരു സംഭവം തന്നെ. ഫാഷിസം എന്ന് പറഞ്ഞാൽ ഒരു അധികാരത്തിന്റെ ചിഹ്നമാണ്, ഒരു ഏകാധിപത്യത്തിന്റെ ചിഹ്നമാണ്. പക്ഷേ ഫാഷിസം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കിയത് ഫാഷിസം ഐഡിയോളജിയായി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തികൾ ഈ ലോകത്തിന് സമ്മാനിച്ചത് അത് ഏകാധിപത്യവും ജനാധിപത്യ വിരുദ്ധതയും അത് മനുഷ്യനെ അപരവൽക്കരിക്കുന്ന നയങ്ങളും എടുത്തതുകൊണ്ടാണ് നമ്മൾ ആ ഫാഷിസം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. എന്താ എന്റെ ഉദ്ദേശം? ഫാസിസം എന്ന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത് സർവാധിപത്യ, ഏകാധിപത്യ, ജനാധിപത്യ വിരുദ്ധ സംസ്കാരത്തെയാണ്. അതുകൊണ്ട് ആ ഫാസിസം എന്ന ഐഡിയോളജിയെ തന്നെ നമ്മൾ എതിർക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഡേ. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? ഇന്ത്യയിൽ കൃത്യമായി RSS, ഞാൻ വളരെ തുറന്നു പറയുന്നു, RSS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ലക്ഷണമൊത്ത ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്, ഫാസിസ്റ്റ് പ്രവണതകളുള്ള പ്രത്യയശാസ്ത്രമാണ്. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിലെ സംഘപരിവാർ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന് സാംസ്കാരിക ദേശീയത എന്നവർ വിളിക്കുന്ന സാംസ്കാരിക മൗലികവാദം, രണ്ടാമതൊന്ന് വംശീയത. ഇത് രണ്ടും വളരെ കൃത്യമായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ സംഘപരിവാർ അവരുടെ രാഷ്ട്രീയ അടിത്തറയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇന്ത്യൻ ബഹുസ്വരതയെ സംഘപരിവാർ വല്ലാതെ ഭയക്കുന്നു. അവരതിനെ ബുൾഡോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. മറിച്ച് അവർ ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന ഏകശിലാത്മകമായ ഒരു രാഷ്ട്രസങ്കല്പത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ, ബഹുസ്വരമായ ഇന്ത്യ എന്ന രാജ്യത്തെ കൊണ്ടുവന്നെത്തിക്കുന്നു. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള മഹാന്മാരായ മനുഷ്യർ നടത്തിയ എല്ലാ ആശയ സമരങ്ങൾക്കും എതിരാണ്. അതുകൊണ്ടാണ് തീർച്ചയായും സംഘപരിവാറിനെ എതിർക്കുന്നതും സംഘപരിവാറിൻ്റെ പ്രവണതകളെ ആപൽക്കരമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ജാഗ്രതപ്പെടുത്തുന്നതും. എന്താണ് ഇതിന് പ്രതിവിധി എന്ന് ചോദിച്ചാൽ ഭരണഘടനാ മൂല്യങ്ങളെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഭരണഘടനാ മൂല്യങ്ങളെ എന്ത് പറ്റി രമണ? അപ്പോൾ ഭരണഘടനയെ ഡിഫെൻഡ് ചെയ്താണ് ഇന്നത്തെ ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഭരണഘടനയെ ഡിഫെൻഡ് ചെയ്യുക, ഭരണഘടനയെ സേഫ് ഗാർഡ് ചെയ്യുക, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. ആ അടിയന്തര രാഷ്ട്രീയ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ഫാസിസ്റ്റാര് ഈ ചോദ്യത്തെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഫാസിസം എന്നത് 20-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത പ്രധാനപ്പെട്ട 3 പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. അതൊന്ന് നാസിസമാണ്, മറ്റൊന്ന് ഫാസിസമാണ്, മൂന്നാമത്തത് കമ്മ്യൂണിസമാണ്. ഈ 3 ഇസങ്ങളും ഒരേ ശൈലിയാണ്, ഒരേ രൂപമാണ്, ഒരേ ഘടനയാണ്, ഒരേ പ്രവർത്തനമാണ്, ഒരേ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഈ 3 ഇസങ്ങളെയും ലോകം ചവിച്ചുകൊട്ടയിലേക്ക് എറിഞ്ഞു. ഇന്ന് നിലവിൽ ഏതാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥതലങ്ങളിലും ലക്ഷണയുക്തമായ ഒരേ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയം ഇന്ന് നിലവിലുള്ളത് കമ്മ്യൂണിസമാണ്.
ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഫാസിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുമ്പിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആരെയെന്ന് ചോദിച്ചാൽ കാണുന്നത് പിണറായി വിജയനെ. അദ്ദേഹം ഒരു യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകത ജനാധിപത്യത്തിൻ്റെ രൂപവും ഭാവവും രുചിയും അന്തർലീനമാകാതെ എന്നാൽ മനോഹരമായ സാമൂഹിക സൃഷ്ടിയുടെ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു തികഞ്ഞ ഫാസിസമാണ് കമ്മ്യൂണിസം. അവൻ പൊളിച്ചടുക്കാൻ ഇറങ്ങിയിരിക്കുക. അതിലെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത് തന്നെ ഫാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. എല്ലാം കയ്യിൽ നിന്ന് പോവാ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഏകാധിപത്യം, കേരളത്തിലെ ഏകാധിപത്യമല്ലേ നടക്കുന്നത്? ഇവിടെ വേറെ വല്ലതും ഉണ്ടോ? കടക്ക് പുറത്തുനിന്ന് മാധ്യമ പ്രവർത്തകരോട് വരുന്നതിന് മുമ്പ് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഏകാധിപത്യത്തിന്റെ മുഖമാണ്. ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ എത്രയോ സമരം ചെയ്യാത്തവരൊന്നുമല്ലോ. ശ്രീ എ റഹീം ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്തു വന്നവരാണ്. നവകേരള യാത്രക്കെതിരെ ഞങ്ങളൊരു സമരം നടത്തി. ആ സമരമാർഗത്തെ ഏറ്റവും കൂടുതൽ എൻഡോഴ്സ് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ CPM-ന്റെ പഴയ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു. ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ ഇവിടെ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് ആ കറുത്ത കൊടി പൊക്കി കാണിക്കുന്നവരെ ആക്രമിക്കാൻ നിന്നത് പോലീസുകാരായിരുന്നില്ല. നിന്റെ തെളിവുണ്ടാ? തന്റെ തെളിവുണ്ടാ? കൊണ്ട് എന്നാ പറ. ഇദ്ദേഹമാണെങ്കിൽ നോക്കൂ, അതിന് ചില വർഗീകരണങ്ങളുണ്ടാക്കി. ഇദ്ദേഹത്തിൻ്റെതായ ചില വ്യാഖ്യാനങ്ങളാണ്. എന്താണ്? ഒന്ന്, രാഷ്ട്രീയ ഫാസിസം എന്നൊരു ഫാസിസമുണ്ട്. കരിമുടി കാണിക്കുമ്പോൾ മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് എത്ര വലിയ സാമാന്യവൽക്കരണമാണ്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്. യഥാർത്ഥ ഫാസിസം എന്താണ് എന്ന് ധാരണയില്ലാതെ നിങ്ങൾ ഫാസിസത്തിന് നിങ്ങൾക്കിഷ്ടമായ ലളിതയുക്തിയിലെ വ്യാഖ്യാനങ്ങൾ ചമച്ചാൽ രക്ഷപ്പെടുന്നത് ഫാസിസ്റ്റുകളായിരിക്കും. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഏകാധിപത്യ മനോഭാവമാണ്. സ്വന്തം പാർട്ടിയിലെ അണികൾക്ക് പോലും ആ പ്രസ്ഥാനത്തിൽ ഏകാധിപത്യമില്ല എന്ന് പറയാൻ പറ്റില്ല. പിണറായി വിജയൻ കരിങ്കൊടി കാണിക്കുമ്പോൾ സ്വന്തം അണികളെ ഇറക്കി നിർത്തി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ ആക്രമിക്കുമ്പോൾ അതിനെ ജനാധിപത്യ വിരുദ്ധത എന്ന നിർവചനത്തിൽ തന്നെ ഞാൻ പെടുത്തും. അത് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയ ഏറ്റവും നല്ല ഫാസിസത്തിന്റെ മുഖമാണ് എന്ന് ഞാൻ പറയും. നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണ. ഇന്ത്യൻ ഭാരതീയത ഉള്ളത് കൊണ്ട്. എന്താണ് ഭാരതീയത സർ? നിങ്ങൾ ഏത് ഭാരതീയതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്തായിരുന്നു ഗാന്ധിയോടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം? ഗാന്ധി എല്ലായ്പ്പോഴും ഞാനൊരു ഹിന്ദു, ഇന്നത്തെ ദിവസത്തിൻ്റെ കൂടി സവിശേഷത ഉള്ളത് കൊണ്ടാണ്. ഗാന്ധി എല്ലായ്പ്പോഴും ഞാൻ ഹിന്ദു എന്ന് അഭിമാനിച്ചിരുന്നയാളാണ്. പക്ഷേ അതേ ഗാന്ധി പറഞ്ഞു ഈശ്വര അല്ലാ തേരെ നാം. അതാണ് ഭാരതീയത, അതാണ് ഇന്ത്യയുടെ സംസ്കാരം, പ്ലൂറലിസം. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോട് പറയും. താങ്കൾ പറഞ്ഞു ഇന്ത്യയുടെ പ്ലൂറലിസത്തെയും ഇന്ത്യൻ ഭരണഘടനയുടെയും മൂല്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് RSS ആണത്. ഏത് സാഹചര്യം വെച്ചാണ് സാർ വിശേഷിപ്പിക്കുന്നത്? എന്തായിരുന്നു RSSന്റെ റോൾ? എങ്ങനെയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നതിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നെങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണഘടന ആരംഭിക്കുന്നത്? ഈ ഫാസിസത്തെ കുറിച്ചിട്ടുള്ള ചർച്ച വരുമ്പോൾ ഉടനെ സംഘപരിവാർ എന്ന് പറയും. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഫാസിസവും സംഘപരിവാറും തമ്മിലുള്ള ബന്ധം. നാണമില്ലാത്ത മനുഷ്യ, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. രാഷ്ട്രം അതൊന്നാണ്, അതുകൊണ്ടാണ് ഭാരത് മാതാ കി ജയ്. പക്ഷേ രാഷ്ട്രം 16 എന്ന് വ്യാഖ്യാനിച്ചവർ മൗണ്ട് ബാറ്റനോട് ഇന്ത്യ 16 വിഭജിക്കണമെന്ന് പറഞ്ഞവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. EMS നമ്പൂതിരിപ്പാട് ചൈനയിൽ പോയപ്പോൾ മാവോയ്ക്ക് കൊടുത്തത് എന്താ? ബഹുസ്വരതയുടെ ആയുധമല്ല, മാവോയ്ക്ക് കൊടുത്തത് ശിവതാണ്ഡവത്തിന്റെ ആണ്. ഇവിടുന്ന് പോപ്പിനെ കാണാൻ പോയപ്പോ നായനാർ കൊടുത്തത് എന്താ? ബഹുസ്വരതയുടെ അടയാളമല്ല, ഭഗവത്ഗീത. എന്തുകൊണ്ട് സംഭവിച്ചു? അത് ഭാരതത്തിന്റെ സ്വത്വമായതുകൊണ്ടാണ്. ആ സ്വത്വത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഗതി കെട്ടവൻ തല മുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞ പോലെ എന്റെ കാര്യം.